ദൈവമേ, ജീവിതത്തിലേക്കൊരു വഴിത്തിരിവ്. പക്ഷേ ആ കള്ള ഹരിചന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാണും. അവനിങ് എത്തും മുമ്പ് ഇവിടുന്ന് മുങ്ങണം. ടോയ്ലറ്റ് പോണോ? അപ്പൊ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ആ തെണ്ടി വല്ല പെണ്ണ് കേസ് ഒപ്പിച്ചിട്ടുണ്ടാവും. നിന്റെ അച്ഛൻ അവനിങ് ബീഹാർ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങില്ലെന്ന് കരുതിയോടാ. ആണോ വെളിയിലാ ബോർഡ് കെട്ടി തൂക്കിയത്? സർദാർജി നിന്നോട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞോ? പിന്നെ നീ എന്തെങ്കിലും മണ്ടത്തരം ഒപ്പിച്ചോടാ പട്ടി. ഹരിചന്ദ്ര, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വേഷം മാറി നടക്കണ കണ്ടപ്പോ സർദാർജി എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ ജോലിയെന്ന്. നീ എന്ത് പറഞ്ഞു? ഞാനൊരു ഫിലിം സ്റ്റാറാണെന്ന് പറഞ്ഞു. ഫിലിം സ്റ്റാർ? അയാളെ വിശ്വസിച്ചു. നിനക്ക് ആ ലുക്ക് ഉണ്ടല്ലോ. താങ്ക് യു. പിന്നീട് പഹാഡ്ഗഞ്ചിന്ന് പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണെന്ന്. 14-ാമത്തെ വയസ്സിൽ നാട്ടില് അയലത്തെ അമ്മിണി ചേച്ചിയുടെ മാലയും വളയും അടിച്ചോണ്ട് മുങ്ങി അന്ന് തുടങ്ങിയതാണ് ഈ തൊഴില് എന്നൊക്കെ എന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? അന്നൊക്കെ അതിന്റെ പിന്നിൽ നിന്റെ മണ്ടത്തരം ഉണ്ടായിട്ടുണ്ട്. നമിച്ച് ഇനി ഈ തൊഴിൽ എനിക്കൊരു പാർട്ട്ണറേ വേണ്ട. വേണ്ട, അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു. നിന്റെ കൂടെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാനും നിർത്തി. ഇനി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ. എന്തു ജോലി? കേരളത്തിലെ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായി ചാർജ് എടുത്ത് അവിടുത്തെ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവാണ്. എന്താ നീ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ. ഈ പത്രം ഒന്ന് കാണ്. നോക്കൂ, സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ജനറൽ മാനേജറെ ആവശ്യമുണ്ടെന്ന്. ഈ സ്ഥാപനത്തിന്റെ MD ശങ്കർജിയെ ഇന്നലെ ഞാൻ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. അയാളുടെ കണ്ണിൽ ഇപ്പൊ ഞാനൊരു കോടീശ്വരനായ തന്തയാണ്. അതിനാണ് ഈ വേഷമിട്ടത്. ജനറൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാൻ കല്യാണം കഴിക്കാത്ത സുമുഖനായ ഒരു നായരെയോ മേനോനെയാണ് പുള്ളിക്ക് നോട്ടം. അതും MBA-കാരൻ. ശങ്കർജിക്ക് ഒറ്റ മോളാ സൂര്യ. ആ MBA-കാരനെ കൊണ്ട് അവളെ കെട്ടിക്കാനാണ് അയാളുടെ പരിപാടി. ഇപ്പൊ ഞാൻ വീണ്ടും അയാളെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട് വരികയാണ്. മാരേജും ഫിക്സ് ചെയ്തു. ആർക്ക്? എന്റെ മോന്. നിന്റെ മോനോ? അതെ. ഇപ്പൊ ഞാൻ എന്റെ മകന്റെ അച്ഛനായി ചെന്ന് ശങ്കർജിയെ പരിചയപ്പെട്ടു. ഇനി മകനായി ചെന്ന് അയാളുടെ മോളെ ഞാൻ കിട്ടും. 23-കാരനും 63-കാരനുമായി ഒരു ഡബിൾ റോൾ. ഡബിൾ റോൾ അല്ലേ? അച്ഛനെയും മകനെയും ഒന്നിച്ചു കണ്ടോന്ന് അയാൾ ആവശ്യപ്പെട്ടാലോ? അത് അയാൾ ചോദിച്ചില്ലെങ്കിലോ? ഞാൻ ചോദിപ്പിച്ചാലോ? എടാ പപ്പ, ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്കതില്ല, എനിക്കതുണ്ട്. അതുകൊണ്ട് ഞാൻ മകനാകാം. പപ്പ, നീ എന്റെ പപ്പ. അത് ശരിയാവില്ല. അത് ശരിയാവണം. അച്ഛനായി കഴിഞ്ഞ പിന്നെ എനിക്ക് പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് പെണ്ണ് വേണോ അതോ സ്വത്ത് വേണോ? എന്റെ ബുദ്ധിയും നിന്റെ അഭിനയവും കൂടി ആവുമ്പോ സംഗതി ഗ്രാൻഡ് ആവും. പക്ഷേ നമുക്കൊരു MBA സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതെനിക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. നീ പെട്ടിയൊന്നും ആ ചൗധരിക്ക് തൂക്കി വിറ്റില്ലേ? പോലീസ് അങ്ങനെ കണ്ടാല് സമയം കിട്ടണ്ടേ? ഞാനിത് അടിച്ചു മാറ്റാൻ തിരക്കിലായിരുന്നു. ഈ പെട്ടി എങ്ങനെയുണ്ട്? പെട്ടി നന്നായിട്ടുണ്ട്. ഇത് കുത്തബ് മീനാറിന്റെ മുന്നിൽ നിന്നും അടിച്ചു മാറ്റിയ പെട്ടിയാണ്. കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് പെട്ടിയുടെ ഉടമസ്ഥൻ എന്റെ പിന്നാലെ ഓടിയപ്പോഴാണ് അവനൊരു മലയാളിയാണെന്ന് മനസ്സിലായത്. ഇതാണ് പെട്ടിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ. ഇത് ഫയലല്ലേ? ഓ, അകത്തുണ്ടല്ലേ? നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ MBA സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. രമേശ് നമ്പ്യാർ MBA. അപ്പോ ഇനി മുതൽ ഞാനാണ് രമേശ് നമ്പ്യാർ MBA, the most intelligent, efficient gentleman general manager that Surya Group have ever seen. Original രമേശ് നമ്പ്യാരേ, നിന്റെ ജീവിതം ഇതോടെ നായ നക്കി. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ MN നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവനിന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. ഹായ് അങ്കിൾ, ഹൗ ആർ യു? മിസ്റ്റർ രമേശ് നമ്പ്യാർ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തന്നോടല്ലോ ഒന്ന് പോയോ? ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? രാം സിംഗ്. നോ നോ നോ, ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. ഐ വിൽ സ്റ്റേ ഇൻ യുവർ ഹൗസ്. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ശരി. മേനെ സാർ,
വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം. മസ്റ്റാണെന്നോ? കല്യാണത്തിന് തന്റെ മസ്റ്റാണ്. എന്റെ മോനെ കാണാൻ എനിക്ക് തിടുക്കായി. ഒറ്റ മോനല്ലേ, ഉത്തട്ടാതി പിറന്ന ഉത്തമ പുരുഷൻ. അല്ല, പൂരുട്ടാതി എന്നുള്ള മകൻ പറഞ്ഞിരുന്നത്. അതെ, പൂരിട്ടാതി മുക്കാലി, ഉത്തട്ടാതി കാലി. ഞാൻ ഒന്ന് കുറിച്ചോട്ടെ. അല്ല, താൻ എന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറിച്ചെടുക്കണത്? തന്റെ പേര് കുറുപ്പെന്നാണോ? അല്ലല്ല, കുറുപ്പല്ല, മേന്ന. ആ മേന്നെ എന്റെ മോനോട് പറഞ്ഞേക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എവിടെയോ കണ്ടു മറന്ന മുഖം. ആപ്കാ നാം ക്യാ ഹൈ? എന്റെ അച്ഛന്റെ അതേ പേര്. സാറിന് ഇതേ ഛായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ? ഇവിടെ എന്റെ ഒരു മകനുണ്ട്, രമേശ് നമ്പ്യാർ. കണ്ട എന്റെ മകനാണെന്ന് പറയില്ല. എന്റെ ഒരു ചായയില്ല. എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ഛായ സാറിന്. പെട്ടിന്ന് കേട്ടപ്പോ സാർ എന്താ പെട്ടെന്ന് ഞെട്ടിയത്? താൻ ഡൽഹിയിൽ വന്നിട്ടുണ്ടല്ലേ? അതെങ്ങനെ സാറിന് മനസ്സിലായി? ഡൽഹിയിൽ ഒരു പെട്ടി മോഷ്ടാവുണ്ട്. അവൻ പെട്ടി കണ്ടാ വിടില്ല. എന്നാൽ ഈ മുഖച്ഛായ തോന്നലായിരിക്കും. അയാളെ കണ്ടാലേ അറിയാം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ. എന്നാലും ഒന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാ. ഈ ചായ അല്ല, ആ ചായ അത് മുഖച്ഛായ. എന്നാൽ ഈ ചായ അല്ലേ ഇങ്ങത്താ. മോനെ, മോനെ, മോനെ രമേശ, എടാ കൊച്ചു നമ്പ്യാരെ, മോനെ. മോനോ? നീയാ ക്ഷീണിച്ചു പോയടാ. അതിവിടെ ക്ലൈമറ്റിന്റെ കുഴപ്പം കൊണ്ടാ. ഞാൻ ഇവന്റെ അച്ഛൻ എം എൻ നമ്പ്യാർ. അതായത് അല്ല, ഇതാ നിന്റെ പെണ്ണ്. ഇതാണ്. ആള് കൊള്ളാലോ. എന്റെ മകന്റെ ഭാര്യാകാൻ പോണ പോലെ സൂര്യല്ല. പ്രവാസക്കാരി, നീ സൂര്യല്ലെങ്കിൽ പിന്നെ ചന്ദ്രിക. പെമ്പിള്ളേരുടെ ദേഹത്തോട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാക്ക് തെറ്റിക്കലടാ രമേശ. ഏത് വാക്ക്? എന്റെ മകളെ കണ്ട സന്തോഷത്തിന് ഞാനൊന്ന് ആലിംഗനം ചെയ്യണല്ലേ. സാരമില്ല, പ്രായമായ ആളല്ലേ. പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സ് വളരെ ചെറുപ്പം. അപ്പന്റെയോ? അപ്പൂപ്പന്റെ കരളേ, കരളിന്റെ പൊരുളേ, പൊരുളിന്റെ മലരേ. നിന്നോട് കൊണ്ട് കെട്ടിയെടുക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത്. 6 മാസം തീഹാർ ജയിലിൽ കിടന്നിട്ട് നിന്റെ ഈ സ്വഭാവം മാറിലട പട്ടി. അടിച്ച് നിന്റെ പല്ലിയം തെറിപ്പിച്ചതായി. നീ എന്റെ പല്ല് തെറിപ്പിക്കലുള്ള ഹരിചന്ദ്ര. ഹരിചന്ദ്രനല്ല, ഞാനിവിടെ ആലിബാബയാ. അപ്പൊ നീ മതം മാറിയോ? മതം മാറിയതല്ല, വേഷം മാറിയതാ. താൻ അന്വേഷിച്ച് വന്ന മോൻ രമേശ് നമ്പ്യാർ എന്ന പേരിൽ ഒരു ഗജ ഫ്രോഡ് ഇവിടെ കയറി പറ്റിയിട്ടുണ്ട്. ആദ്യം എങ്ങനെയെങ്കിലും അവനെ പോച്ച് പുറത്തടിക്കാൻ നോക്ക്. ബാക്കിയെല്ലാം ഞാൻ പിന്നീട് വശം പോലെ പറഞ്ഞുതരാം. ചെല്ലണം. മോളെ അയ്യോ അയ്യോ അങ്കിൾ, അയ്യോ, അയ്യോ, ഇങ്ങനെ വീഴുന്നത് പപ്പയ്ക്കൊരു ശീലമാ. കഴിക്കൊന്നും പറ്റില്ല. നീ ഇത് സ്ഥിരം ശീലാക്കലടാ മോനെ രമേശ. ദേഖോ ഹീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പപ്പ ഡൽഹിയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. വരില്ല. അതെന്താ? പെട്ടെന്നൊരു ആക്സിഡന്റിൽ ഡൽഹി വെച്ച് ഡാഡിയുടെ ബോഡിയുടെ ഒരു എല്ലൊടിഞ്ഞു. ഡാഡി കിടപ്പിലായി. എന്നെ പ്രതീക്ഷിക്കണ്ട എന്നും കല്യാണം നടത്തി സുഖമായി ജീവിക്കൂ മോനെ എന്നും ഡാഡി ഫോണിൽ പറഞ്ഞു. മോനെ, മോനെ രമേശ് നമ്പ്യാരെ, where are you my son? മോനെ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ഹലോ. വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലൊടിഞ്ഞ കാര്യം മകൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് വീണ കാര്യം ഇത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞോ? എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല, കയ്യിലും കാലും ചെറിയൊരു പരിക്കുള്ളൂ. ഡാഡിയെ കണ്ടിട്ട് എന്താ ഒരു മൈൻഡില്ലാണ്ട് പോകുന്നേ? ഇങ്ങ് വന്നേ രമേശ. ഇവനാണല്ലേ ഈ രമേശ് നമ്പ്യാർ. ഇയാളുടെ മോൻ ഞാനെല്ലാം ഇപ്പൊ അറിയും. എല്ലാം കൊളാവൂ ദൈവമേ. മോനെ രമേശ, എത്ര നാളായുടെ പപ്പ നിന്റെ മുഖം കണ്ടിട്ട്. വാടാ. ഡാഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒന്ന് വിളിക്കതേ ഉള്ളൂ. ഇതേ ഉള്ളൂ. മോനെ. ആരാ ഡാഡി ഇത്? ഇതെന്റെ മോള് സൂര്യ. ഇത് രമേശിന്റെ ഫാദർ മിസ്റ്റർ നമ്പ്യാർ. ഹലോ അങ്കിൾ. അപ്പൊ അവിടെ കണ്ട പെണ്ണ് സൂര്യല്ല, ആ തെണ്ടിക്ക് ആള് മാറിപ്പോയതാ. എന്തെങ്കിലും ആവട്ടെ, ലേഡീസ് അല്ലേ. മോളെ സൂര്യ, എന്റെ പൊന്നു മരുമോളെ, നിന്നെ കാണാൻ ഈ ഫാദറിനെ കൊതിച്ചിരിക്കായിരുന്നു. മോളെ നീ ഒന്നും പറയണ്ട. എന്റെ ഉളുക്ക് മാറി. ഒരു 5 മിനിറ്റ് പപ്പയെ പിണ്ണതയില വിട്ട് അടിമുടി ഒന്ന് തടവിട്ട് കൊണ്ടുവരാം. പപ്പ ഇങ്ങോട്ട് വന്നേ. പോയിട്ട് വരാം. Loving father and son.
ഞാനൊരു ദുഷ്ടനാ, ക്രൂരനാ, ദയയില്ലാത്തവനാ, കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ. സത്യം പറ, താനാരാ? ഞാൻ നമ്പ്യാരി, നിന്റെ തന്ത. എനിക്ക് ആ പേരിലൊരു തന്തയില്ല. അപ്പൊ ബാക്കി എല്ലാ പേരിലും തന്തയുണ്ടോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അത് പോട്ടെ, നീ ആരടാ? ഞാനാണ് യഥാർത്ഥ രമേശ് നമ്പ്യാർ. രമേശ് നമ്പ്യാരോ? ഇവന്റെ പെട്ടി അല്ലല്ലോ ഞാൻ അടിച്ചു മാറ്റിയത്. സത്യം പറഞ്ഞോണം, താൻ എന്തിന് എന്റെ തന്തയായി? അയ്യോ. സത്യത്തിൽ ഞാൻ ആലിബാബയായിട്ട് കൂടെ കഴിഞ്ഞവന്റെ തന്ത. അവൻ ഇപ്പൊരു തന്തയുടെ ആവശ്യമില്ലാന്നും ബൈ ചാൻസിൽ നിങ്ങൾക്കൊരു തന്ത മസ്റ്റ് ആണെന്നും അവൻ ഹിന്ദി ചെയ്തു. അവൻ പറഞ്ഞ ശരിയാ. കുറച്ചു നാളത്തേക്ക് എനിക്കൊരു തന്തേ വേണം. അതൊരു കല്യാണം നടക്കാൻ വേണ്ടി. പക്ഷേ കല്യാണം നടന്നു കഴിഞ്ഞാൽ അപ്പ സ്ഥലം വിട്ടണം. മറ്റാരും ഇതറിയണ്ട. നല്ലൊരു തുക പ്രതിഫലമായിട്ട് തന്നേക്കാം. പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ആക്ട് ചെയ്യാട്ടാ. ഓവർ ആക്ടിങ് വേണ്ട. പിന്നെ താൻ വന്നപ്പം പോലും ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഈ ലേഡീസുമായിട്ടുള്ള ടച്ചിങ്ങും ഫിനിഷിങ്ങും വേണ്ട. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. പിന്നെ തന്തയുടെ റോള് വളരെ മനോഹരമാക്കി ചെയ്യാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തിരുന്ന് മുട്ടിന്നും വരും. എന്നാലേ മറ്റുള്ളവരുടെ സിമ്പതി കിട്ടൂ. തന്റെ കരണക്കുറ്റിക്ക് ഞാനൊരു അടി തന്നു. തന്റെ ചെവിക്കല്ല് പൊട്ടിയാലും മറ്റുള്ളവർക്ക് തന്നോട് സിമ്പതി തോന്നും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് മുതൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത തന്തയായിരിക്കും. ഓക്കെ, ഇന്നു മുതൽ ഞാൻ രമേശ് നമ്പ്യാർ, നിങ്ങൾ എം എൻ നമ്പ്യാർ. ഇപ്പോൾ തന്നെ നമ്മൾ ശങ്കർജിയെ കണ്ട് കല്യാണം ഫിക്സ് ചെയ്തേക്കാം. നിക്ക്. അതിനു മുമ്പ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യും മോനെ. 10,000. അത് വല്ല പിച്ചക്കാരത്തെ തന്തയ്ക്ക്. ഇത് കോടീശ്വരന്റെ കളിയാ. 25, 50, 1 lakh. തീരെ ചീപ്പാക്കല്ലേ മോനെ. 100 പവനും ലേറ്റസ്റ്റ് മോഡൽ ഒരു മാരുതി കാർ ആണെങ്കിൽ ഫിക്സ്. ഓക്കെ, ഫിക്സ്ഡ്. പക്ഷെ കല്യാണത്തിന് ശേഷമേ തരൂ. അല്ല, പിന്നതയിലും ഇട്ട് തടവണമെന്ന് പറഞ്ഞിട്ട് തടവി. പക്ഷെ ഒരു ദിവസം തടവിയാ പോരാ, ഇത് എണ്ണ തോണി തന്നെ കിടത്തേണ്ടി വരും. ഡാഡി എവിടെ? മോളിലുണ്ട്. രമേശിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഡയബറ്റീസിന്റെ അസുഖമുണ്ട്. ഡയനോൾ കഴിക്കാൻ സമയമായി. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു. അതിനെന്താ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ലേഡീസിന്റെ ബോഡി ടച്ചിങ് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മരുമോളെ കാണുമ്പോ കൺട്രോൾ കിട്ടല്ലേടാ. നേരത്തെ അങ്കിൾ നാള് മാറിപ്പോയതാ. മോളെന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ആ പോയ പെണ്ണിനെ തൊട്ടാ നിനക്ക് പ്രശ്നം. ഈ നിൽക്കുന്ന പെണ്ണിനെ തൊട്ടാ ഇവന് പ്രശ്നം. ഈ വൃദ്ധനായ ഫാദറിലേക്ക് വാത്സല്യത്തോടെ ഒരു ഡോക്ടറിനെ അതിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കണ്ടില്ലേ, പപ്പ ഭയങ്കര തമാശക്കാരനാ. ഹരിചന്ദ്രനോട് രമേശ് നമ്പേരാകാൻ പറഞ്ഞിട്ട് അവനെന്തിനീ ആലിബാബയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത്? പ്ലാനിങ് മോശമായാൽ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും. 10 കാശ് കയ്യിലും കിട്ടില്ല. എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോന്ന് എനിക്കൊരു സംശയം. എങ്ങനെയാണെന്ന് മനസ്സിലാക്ക. ഇവനെ പിന്തുടരാം. ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല. ഇവൻ ഇത് എവിടെ പോയി കിടക്കുന്നത്? നീ ബാത്റൂമിലെല്ലാം കാണും. എടാ ഹരിചന്ദ്ര ചെറ്റേ, നിന്നോട് ഇവിടെ രമേശ് നമ്പേരായി കയറിപ്പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് തന്നവനാണ് ഞാൻ. തീഹാർ ജയിലിൽ 6 മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോടാ മണ്ട. അല്ല, നീ എങ്ങനെ ആലിബാബയെ മാറിയത്? പറയടാ, പറയടാ. ആളറിയാതിരിക്കാൻ ഇതുപകരിക്കും. ഇത് വെച്ചാ മണിവർണ്ണനാണെന്നേ തോന്നുന്നു.
വരണൊരു വേഗം നീ സുമറാണി വരുന്നു നായകൻ. ഇത്ര അടി കൊണ്ടിട്ട് അവൻ പോയില്ലേ? നിങ്ങൾ അച്ഛനും മോനും എന്താ ഈ മുറിയില്? നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ, ബീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരുങ്കള്ളൻ, ഒപ്പം തന്തയായ വേഷം മാറിയ മറ്റൊരു കള്ളൻ. എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം. ഞാൻ വെച്ച് എന്റെ ഒരു ഗതികേട്. AC റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനും രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ. ഊർക്കൊക്കെ എവിടെ നിന്നാടോ 10,000 രൂപ ശമ്പളം? ഞാനൊരു സത്യം പറയാം, പുറത്ത് പറഞ്ഞാൽ ഈ ഉള്ള പണിയും കൂടെ പോവും. ഞാനൊരു MBA കാരനാണ് സാർ. MBA കാരനോ? തന്റെ പേരെന്താ? രമേശ് നമ്പ്യാർ. എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ട് പോയി. സാറിന്റെ ഈ മീശയും താടിയൊക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ. ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല. സാറെന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ ഒരേ ഗതികേട് ഓർത്തിട്ട്. Don't cry, don't cry. അയ്യോ, യവന്മാര് ഇനിയും പോയില്ലേ അവിടുന്ന്? പകടോ, കൊള്ള പോലീസ്, കൊള്ള പോലീസ്. തുമാരാ കുർക്കാ ഹൈ? ചലോ. എന്തിനാടോ താനീ വലിയ കടാരം തൂക്കിട്ടോണ്ട് നടക്കണത്? എടുത്ത് വീശാനില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവ. വെട്ടും കുത്തും നടത്തി യാതൊരു പരിചയവും. അവരെന്തിനാ തന്നെ തല്ലിയത്? അത് തിരി കാശിന്റെ കഥയാ. ആ. സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ സാറേ, കാലമാടന്മാര് കുഴൽപ്പണക്കാരാ. ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ. ആലിബാബയോ? അതെ, അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല, കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. ആളെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത്. അപ്പൊ ആ 10 ലക്ഷം കിട്ടുന്നു കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കണത്. സാർ, സാർ എന്താ സാർ 10 ലക്ഷം എന്ന് കേട്ടപ്പോ ശ്വാസം പോയോ? ഒന്നുമില്ല. എന്നിട്ട് ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു. അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു. എന്തിനാ പെരിക്കിയത്? ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. അടി കിട്ടിയതോടെ ഞാനത് പഠിച്ച്. എന്ത് കോഡ്? അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹേയ് എന്നവര് ചോദിക്കും. മേ ആലിബാബ ഹും എന്ന് മറുപടി പറയണം. അപ്പൊ അവര് ചെവുക്കുറ്റി നോക്കി ഒരെണ്ണം തരും. സാറ് കാര്യമായിട്ട് എടുക്കരുത്, തിരിച്ച് 2 എണ്ണം അങ്ങോട്ടും കൊടുക്കണം. അതോടെ കോഡ് തീരും. പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഹലോ, कौन है? मैं आली बाबा हूँ. आली बाबा, मारो. रुक रुक रुक. तुम्हारा कोट ठीक है. ये लो मेरा कोट. अयो अयो, लड़की मत लड़की लड़की ले. छोड़ेगा नहीं साले को. पकड़ो. यार आली बाबा से जाता मारे. पकड़ो साले को. अयो, 10 ലക്ഷം മേടിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. അയ്യോ 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 അയ്യോ. അയക്ക് 10 ലക്ഷവും കിട്ടി. 19 അടി താഴ്ചയിലേക്കും പോയി. ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ. വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും. നമ്പ്യാർ സാറേ, ഓ അനക്കുണ്ട്. കിട്ടിയതിൽ പാതി എനിക്ക് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം. ഞാൻ ഈ കയറങ്ങോട്ടിട്ട് തരാം. മുറുകെ പിടിച്ചോണം. അയ്യോ, കയറ് വേഗം പിടിച്ചോ, പിടിച്ചിരുന്നോ. നോക്കി വലിക്കും, നോക്കി വലിക്കും, നോക്കി വലിക്കുക. അയ്യോ, എന്താ നിർത്തിയത്? ചുമക്കുക. താങ്ക് യു, താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. നീയോ?
ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയതല്ലേ നീ? MBA-കാരനായി എന്നെ നീ ഗൂർക്കയാക്കിയ തെണ്ടി, എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി. നീ രക്ഷപ്പെടണ്ടാ, നീ കിണറ്റിൽ തന്നെ കിടന്നോടാ. ശങ്കർജി, ഒരുത്തനിവിടെ നമസ്കാരം നമസ്കാരം. പോനെ. തന്റെ വിക്രമേശിയെ ഹോട്ടലില അവിടെ ചെന്ന ശരിയാവില്ല. ഇവിടെ എന്നാ ജയിലിലാവും. വിക്രമേശയില്ലാതെ സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ കൂർക്കെ അറിഞ്ഞില്ലേ? അയ്യോ, അയാൾ കൂർക്കല്ല, പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ. ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ള ഒരു തന്ത എനിക്ക് മാച്ച് ആവില്ല. താൻ പോ, താൻ എവിടെയെങ്കിലും പോ. ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. തോട്ടക്കാരുടെ റൂം അതാ. ചെല്ലു. ശരി മുതലാളി. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്തു. പോയി യൂണിഫോം ഇട്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ, മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശിന്റെ പപ്പയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. പപ്പ എന്തോ എന്നെ വിളിച്ചോ? പോയി യൂണിഫോം ഇടണം. പോയി യൂണിഫോം ഇടണം. പപ്പ ഹോട്ടൽ റൂമിലില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാന്ന് രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. ഓൾ റൈറ്റ്. പപ്പ വരുമ്പോ പ്രത്യേകം പറയണം. കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തോളാം. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. ഓക്കെ. വിഗം മീശം കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ. അയ്യോ, ഇതെന്റെ ജീവനോടെ ചാക്കിൽ കെട്ടി വെച്ചേക്കണത്. നീയോ താനോ? അയ്യോ, ശങ്കർജി സാബ് ഒന്ന് നിൽക്കണേ. ശങ്കർജി സാബ്, ശങ്കർജി സാബ്. വിളിച്ചാ കേൾക്കാത്ത ഒരു സാബ്. ഇയാളെന്തും സാബ്. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. റൂമിലുണ്ട്. സൂര്യ മാഡം. എന്താ? സൂര്യ മാഡം, അല്ല ഒന്ന് ബെഡ്റൂമിലേക്ക് വരേ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേൾക്കും മാഡം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ്. എനിക്കിത് മേനോൻജിയോട് പറയണം. എവിടെ മേനോൻജി? പോയല്ലോ. അയ്യോ, എപ്പോ? താഴോട്ട് പോയി. താഴോട്ട് പോയെന്നാ? മേനോൻജി, മേനോൻജി, എന്താണ് കിടന്ന് അലറുന്നത്? എടോ, തനിക്കെന്നെ മനസ്സിലായോ? എടോന്നോ? അതെ, എടോന്ന് തന്നെ. തനിക്കെന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവനാണ് താൻ. ഇനി എന്റെ ഊഴമാണ്. ഞാനിവിടെ ഉഴുതു പറിക്കും. തന്നെ ഞാനിവിടുന്ന് കെട്ടുകിട്ടിക്കും. ഐ ആം രമേശ് നമ്പ്യാർ, MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും ഓടി വരണേ. എല്ലാവരും ഓടി വരണേ. പ്ലീസ് ഓടി വരൂ. ഐ ആം രമേശ് നമ്പ്യാർ, MBA, ക്വാളിഫൈഡ്, സുന്ദരൻ, അവിവാഹിതൻ, വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഐ ആം രമേശ് നമ്പ്യാർ, MBA. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മാനാ. ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട്. വേഗം വരണം. വയലന്റ് ആയി നിൽക്കുക. ഇതിവിടെ കിടന്നാ ചീഞ്ഞു നാറും. അപ്പൊ ചത്തുന്ന് ഉറപ്പാണോ? ചത്താലും ചത്തില്ലെങ്കിൽ എവിടെ കൊണ്ട് കുഴിച്ചിടണം. അയ്യോ, ഞാൻ ചത്തിട്ടില്ലേ? അയ്യോ, ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ? ആ മേനോന് ഇളകിയോ? അച്ഛ, ഒരു ബുദ്ധി. ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കയറ്റി വിട്ടാലോ? ഇപ്പോഴാണാടാ നീ എന്റെ മോനായത്. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. എന്റെ നല്ല സമയം തുടങ്ങി.
നെല്ലും പതിരും ഉടനെ വേർതിരിയും. ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി. അപ്പൊ ചാക്കിനകത്ത് ആരാ? ആരാണ് ചാക്കിനകത്ത്? താനായിരുന്നോ? അതെ, ചേട്ടൻ കുനിയുന്ന ഞാൻ കേറാം. നിന്നെ എനിക്ക് വിശ്വാസമില്ല. കപ്പടാ ബദലിക്കിയ ബാബാ അയ്യോ കംപ്ലീറ്റ് ഒരഞ്ഞ്. നീ എങ്ങോട്ട് വരുന്നു? എന്റെ സർട്ടിഫിക്കറ്റ് താടാ തെണ്ടി. ഞാൻ നിന്നെ ഇവിടുത്തെ ഗൂർഖയാക്കാം. എടാ തട്ടിപ്പും വെട്ടിപ്പും കളഞ്ഞ് നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കും. പോ പോ പോ. ആ ശങ്കർജി